അങ്ങനെ വീഡിയോ ഓൺ ചെയ്ത് വെക്കാൻ കഴിയുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് വെച്ച് നമ്മുടെ സ്റ്റഡിക്കായി ബൈബിൾ സ്റ്റഡിക്കായി നമ്മൾ പോവുകയാണ്. ആ, ആ, ഒത്തിരി എന്നോട് പറഞ്ഞിട്ടുണ്ട് ചിലതൊക്കെ. നമ്മുടെ ഇത് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് വീഡിയോ ചിലതൊക്കെ ഓണാക്കാൻ പറ്റുന്നില്ല. നടക്കട്ടെ, കുഴപ്പമില്ല. ആ, ബാക്കിയുള്ളവരൊക്കെ വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് വെച്ചാൽ വളരെ അനുഗ്രഹമായിരിക്കും. ആ, കുറച്ചും കൂടെ അനുഗ്രഹമായിട്ട് പോകാൻ കഴിയുമായിരുന്നു. നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ എന്താ നമ്മുടെ ക്ലാസ് എന്താണ് നമ്മുടെ ക്ലാസ് എന്താണ്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്താ ക്ലാസ് എടുക്കുന്നതെന്ന്? നമ്മൾ കുറച്ച് ദിവസമായിട്ട് ക്ലാസ്സിന് ജോയിൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ ക്ലാസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ, എന്തൊക്കെയാണ് നമ്മൾ ഇതുവരെ പഠിച്ചതെന്നുള്ളതൊക്കെ എന്താണെന്ന് പറഞ്ഞാട്ടെ. ടോമി ബ്രദർ ലാസ്റ്റ് ആഴ്ച മാത്രമേ ഉള്ളതുകൊണ്ട് ഞാൻ അതിനകത്ത് ഒത്തിരി ഒന്നും ചോദിക്കുന്നില്ല. ബാക്കിയുള്ളവരൊക്കെ ഒന്ന് പറഞ്ഞാട്ട് നമ്മൾ എന്താ ലേൺ ചെയ്തത്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു 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 പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. എന്താണ് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഒരു 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 ബുക്ക് തുറന്നാൽ നിങ്ങൾക്ക് എന്ത് ഓർമ്മ വരുന്നത്? അതുപോലെ നിങ്ങളൊന്ന് ഓർത്ത് പറഞ്ഞാട്ട് എന്തൊക്കെയായിരിക്കും? ആ, ആരാ പറയുന്നേ? കേക്ക്. നമ്മുടെ 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 ആ, നീ എന്ത് ചെയ്യാ? നീയോട് ചോദിച്ചേ എന്തൊക്കെയാണ് നീയാണെന്ന് വിളിച്ചിട്ട് വരാത്തത്. നീ എന്ന് പറയട്ടെ. നീ എന്തൊക്കെയാണ് നമ്മളെ പഠിച്ചത് നമ്മള്? പറഞ്ഞാട്ട്. ഓർമ്മയുണ്ടോ? ആരെങ്കിലും ഓർമ്മയുള്ളവരെന്ന് പറ. ആർക്കും ഓർമ്മയില്ലേ? ഞാൻ ആദ്യം മുതൽ എടുക്കണമല്ലോ ഇനി. ആർക്കും ഓർമ്മയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി തുടക്കം മുതൽ എടുക്കേണ്ടി വരും അല്ലേ? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ജഫീസ്റെ പറയാമോ? എവിടാ അല്ലേ? അക്സ. നമ്മൾ പഠിച്ച ഇൻട്രൊഡക്ഷനാ. ഇൻട്രൊഡക്ഷൻ പഠിച്ചു. പിന്നെ പിന്നെ നമ്മള് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഗലേഷ്യ അത്. ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഗലേഷ്യ. ഗുഡ് ഗുഡ്, നല്ലത്. അടുത്ത. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ, നമ്മൾ പഠിച്ച ഫിസിഡിയ, ഇക്കണോമി. ഇക്കോനിയ. പിസിദിയ, ഇക്കോനിയ, ലുസ്ത്ര, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതിന് നമ്മൾ പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഗലേഷ്യൻ ചർച്ച് അല്ലേ? ഗലേഷ്യൻ ചർച്ച് എന്താണെന്നുള്ളതാണ് അതിനകത്ത്. പ്രധാനമായിട്ട് ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുന്നത് ഓർമ്മയിൽ വെക്കേണ്ട ഒരു കാര്യമാണ് ഗലേഷ്യൻ ചർച്ചിന്റെ ബാക്ക്ഗ്രൗണ്ട്. കാരണം ആ ലെറ്റർ എഴുതിയത് എന്തിനാണെന്നുള്ളതിന്റെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ചർച്ചിന്റെ ബാക്ക്ഗ്രൗണ്ട് പഠിക്കുമ്പോഴാണ്. മനസ്സിലായോ? ചർച്ചിന്റെ ബാക്ക്ഗ്രൗണ്ട് പഠിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത് എന്തിനു വേണ്ടിയാണ് അത് എഴുതിയതെന്ന്. ഒന്ന്, ഈ മൂന്ന് തരത്തിലുള്ള ആൾക്കാർ ആരൊക്കെയായിരുന്നു ഇതിനകത്ത്? പെട്ടെന്ന് പറ, സമയം ഒട്ടുമില്ല. ഗ്രീക്ക്, ജൂയിഷ്, പിന്നെ ജൂയിഷ് ബാക്ക്ഗ്രൗണ്ട്. യഹൂദന്മാരായ ആൾക്കാർ, യഹൂദ മതത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച ഒരു ഗ്രൂപ്പ്. രണ്ട്, ഗ്രീക്കിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ഒരു ഗ്രൂപ്പ്. മൂന്ന്, റോമയിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ഒരു ഗ്രൂപ്പ്. അങ്ങനെ പല തരത്തിലുള്ള ആൾക്കാർ ഒരുമിച്ച് കൂടുന്ന ഡിഫറെന്റ് കൾച്ചറിലുള്ള ആൾക്കാരാണ് ഇവിടെ കൂടിയിരിക്കുന്നത്, ആ, അവിടേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതായിരുന്നു ആ ചർച്ചിന്റെ ഒരു ഒരു പശ്ചാത്തലം. അത് നിങ്ങൾ നന്നായി മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. ശേഷം നമ്മൾ പിന്നെ അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കവിടെ മനസ്സിലാക്കേണ്ടത് പോൾ, ആ എഴുത്തുകാരൻ, ഓത്തർ അല്ലെങ്കിൽ ആ എഴുത്തുകാരനെ കുറിച്ചൊന്ന് മനസ്സിലാക്കണം. കാരണം എഴുത്തുകാരന്റെ മാനസിക സ്ഥിതി മനസ്സിലാക്കിയാലേ എന്തിനു വേണ്ടി ഇത് എഴുതിയെന്ന് മനസ്സിലാവത്തുള്ളൂ അല്ലേ? എഴുത്തുകാരൻ ഇപ്പം ലവ് മി ബ്രദർ ഇപ്പം എനിക്കൊരു ലെറ്റർ എഴുതുക അല്ലെന്നുണ്ടെങ്കിൽ ആ, ഇപ്പം ആരാ പറയുന്നത്, ഷിബിച്ചാൻ എനിക്കൊരു ലെറ്റർ എഴുതുക. അപ്പം ലെറ്റർ എഴുതുമ്പോൾ വായിക്കുന്ന എൻ്റെ മനസ്ഥിതി ആയിരിക്കത്തില്ല എഴുതുന്ന ആളുടെ, അല്ലേ? റൈറ്റ്? ഞാൻ കറക്റ്റ് അല്ലേ പറഞ്ഞേ? എഴുതുന്ന ആളുടെ മനസ്ഥിതി എന്താണോ അതനുസരിച്ച് അതിനെ മനസ്സിലാക്കാൻ കഴിയുമ്പോഴാണ് വായിക്കുന്ന ആൾക്ക് അതിനെ യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ എഴുതിയത് എന്തിനാണെന്നുള്ളതാണ് നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററിയിലൂടെ നമ്മൾ ഇതിൻ്റെ ഒരു അന്വേഷണമാണ്. എന്തിനാണ് ഈ പുസ്തകം എഴുതിയത് അല്ലെങ്കിൽ ഈ ബുക്ക് എഴുതിയതിൻ്റെ കാരണം എന്താണ്, എന്തിനു വേണ്ടിയാണ് ഈ ബുക്ക് എഴുതാൻ ഇടയായി തീർന്നത്, അതിനെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പോൾ ആ, എന്തുകൊണ്ട് ഇതിനെ എംഫസൈസ് ചെയ്യുന്നു എന്നുള്ളതിനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പോളിനെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കാനുണ്ടായി. അതിനകത്ത് ഒന്ന്, പോളിനെ കുറിച്ച് മനസ്സിലാക്കിയത്, പോൾ എന്ന ആള് ഒരു ഹെലനിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളാണ്. എന്താണ് ഈ ഹെലനിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട്? ഹെലനിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് കൾച്ചറിൽ ജനിക്കുകയും അവിടെ നിന്ന് വളർന്നു വരികയും
ആ, വേറൊരു എന്ന് പറഞ്ഞാൽ ജനിച്ചത് യഹൂദനായിട്ട് പക്ഷെ ജീവിച്ചത് ഒരു ഗ്രീക്ക് പശ്ചാത്തലത്തിലാണ്. സെയിം ടൈം തന്നെ അദ്ദേഹം ഒരു റോമൻ സിറ്റിസൺ ആയ അല്ലെങ്കിൽ റോമൻ പൗരത്വമുള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പം ഒരു പല തരത്തിലുള്ള കൾച്ചറിനെ ഉൾക്കൊണ്ടു പോകാൻ കഴിയുന്ന ഒരു മനുഷ്യനായിരുന്നു ആര്? പോൾ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് നമ്മൾ മനസ്സിലാക്കിയത്. രണ്ടാമത്തെ ബാക്ക്ഗ്രൗണ്ടിലേക്കാണ് നമ്മൾ ഇന്നത്തെ ചിന്ത പതുക്കെ തിരിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ, അതിനകത്ത് രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് പോളിൻ്റെ ജൂയിഷ് ബാക്ക്ഗ്രൗണ്ടാണ്. പോള് ആ, പോൾ ജൂയിഷ് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്കെല്ലാം കാണാമെന്ന് വിശ്വസിക്കുന്നു അല്ലേ? പോളിൻ്റെ ജൂയിഷ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ പ്രത്യേകത എന്താണ്? പോൾ ഒരു യഹൂദനാണ്. നമ്മളത് വ്യക്തമായിട്ടൊന്ന് വായിച്ചപ്പം മനസ്സിലായ ഒരു കാര്യമാണ് പോളിൻ്റെ ജൂയിഷ് ബാക്ക്ഗ്രൗണ്ട്. പോളിന്റെ ജൂയിഷ് ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ പോളിന്റെ ജൂയിഷ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു? എവിടെയാണ് അദ്ദേഹത്തിന്റെ തുടക്കം? ആ തുടക്കം ആക്സ് അപ്പോസ്തല പ്രവൃത്തി 22:3 ആദ്യത്തെ കാണുന്നത്. അതിനുശേഷം ഫിലിപ്പിയ ലേഖനം 3:4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളും പോൾ ഒരു യഹൂദനാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പോൾ ഒരു യഹൂദനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രണ്ട് എവിഡൻസ് ആയ വാക്യങ്ങളാണ് അപ്പോസ്തല പ്രവൃത്തി 22:3 ഫിലിപ്പിയ ലേഖനം 3:4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അതിനുശേഷം വീണ്ടും അവിടെ എഴുതിയേക്കുന്നത് ഹി വാസ് ബോൺ ഇൻ ടർസോസ്, അല്ലെങ്കിൽ ഒരു തർസോസുകാരനായ ഒരാളാണ് പോൾ എന്നുള്ളത് വീണ്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. റോമ പൗരത്വമുള്ള ഒരാളാണ് പോൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ തൻ്റെ ജൂയിഷ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ജൂയിഷ് ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ ഭാഗങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പം പൗലോസ് ഫിലിപ്പിയർക്ക് സഭ ലേഖനം എഴുതുമ്പോൾ പറയാണ്, നിങ്ങൾക്കൊക്കെ അഭിപ്രായപ്പെടാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ, നിങ്ങളൊരു യഹൂദനാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായപ്പെടാനുണ്ടെങ്കിൽ എനിക്ക് അതിനേക്കാൾ അധികമുണ്ട്. കാരണം ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ സാധാരണ നിലയിൽ വന്ന ഒരാളല്ല. ഞാനും യഹൂദ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് യഹൂദ പശ്ചാത്തലം പ്രമാണിച്ച് അല്ലെങ്കിൽ അത് മനസ്സിലാക്കി വന്ന ഒരാളാണ് എന്ന് വ്യക്തമായിട്ട് ആര് പറയുന്നുണ്ട്? പൗലോസ് തൻ്റെ ഉടനീളമുള്ള ഈ ലേഖനത്തിൽ അല്ലെങ്കിൽ ഇതിനകത്ത് ഈ ഭാഗങ്ങളിൽ പൗലോസ് വ്യക്തമായി പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പം ഈ ഇതാണ് അദ്ദേഹത്തിന്റെ ജൂയിഷ് ബാക്ക്ഗ്രൗണ്ട്. നമുക്ക് ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളെ വായിപ്പിച്ചതുപോലെ ആ, നമുക്ക് ആ, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ തുടക്കം മുതലുള്ള വേദഭാഗങ്ങളൊന്ന് വായിക്കാം. 3:4 മുതൽ 6 വരെ. ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് എടുത്ത് വായിച്ചാട്ട് 3:4 മുതൽ 6 വരെ. ആരാ പെട്ടെന്ന് വായിക്കും, സമയം കളയല്ലേ. പക്ഷെ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പ് വകയുണ്ട്. മറ്റാർക്കും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്കധികം. ആ 8-ാം നാളിൽ പരിചിതനേറ്റവൻ, ആ ഇസ്രായേൽ ജാതിക്കാരൻ, ആ ബിന്യാമീൻ ഗോത്രക്കാരൻ, ആ എബ്രായനിൽ ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ആ വിശ്രാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ഉം, ന്യായപ്രമാണത്തിൽ നീതി സംബന്ധിച്ച് അനീതിജ്ഞൻ. ആ എങ്കിലും എനിക്ക് ലാഭമായിരുന്നു ഒക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എന്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ച് പരിജ്ഞാനത്തിന്റെ ശേഷ നിമിത്തം ഞാൻ എപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. ഓക്കെ. അപ്പൊ ഇതാണ് പൗലോസിന്റെ ഒരു യഹൂദ ബാക്ക്ഗ്രൗണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ഇപ്പോൾ ആ ഭാഗത്തെ ജസ്റ്റ് ഒന്ന് തൊട്ട് വിടുകയാണ്. അപ്പം യഹൂദനായിരുന്ന ഒരു മനുഷ്യനാണ് പൗലോസ് എന്നുള്ളത് തൽക്കാലം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇനി പൗലോസിന്റെ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചാണ്. ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് പോൾ എന്ന് പറഞ്ഞ മനുഷ്യൻ അല്ലെങ്കിൽ അദ്ദേഹം ആ, സത്യത്തിൽ ക്രിസ്തുവിനെ അനുഗമിക്കാൻ ഇഷ്ടപ്പെട്ട ഒരാളല്ല. നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പോൾ എന്താണ്? ക്രിസ്തുവിനെ അനുഗമിക്കാൻ ഇഷ്ടപ്പെട്ട ഒരാളല്ല അദ്ദേഹം. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം പറയുന്നത് പോലെ ആ, ഭയങ്കര തീവ്രവാദിയായിരുന്നു അല്ലെ? ഭയങ്കര മത തീവ്രവാദിയായിരുന്നു അദ്ദേഹം. യഹൂദ മതത്തിനു വേണ്ടി എന്തും ചെയ്യാൻ ആ, തയ്യാറായി സന്നദ്ധനായി ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു ആര്? പോൾ എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹത്തിന്റെ പേര് പോൾ എന്നായിരുന്നില്ല, ശൗൽ എന്നായിരുന്നു. പിന്നീടാണ് അദ്ദേഹത്തെ പോൾ എന്നുള്ള പേരിലേക്ക് മാറാനിടയായി തീർന്നത്. അപ്പം അദ്ദേഹത്തിന്റെ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. കാരണം പുള്ളിയുടെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പുള്ളിയുടെ രക്ഷയാണ്, അല്ലെങ്കിൽ പുള്ളിക്ക് ലഭിച്ച ദർശനമായിരുന്നു. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് കർത്താവിനെ നേരിട്ട് കാണുകയും അല്ലെങ്കിൽ കർത്താവിനെ ദർശനത്തിൽ മനസ്സിലാക്കുകയും അതിനുശേഷം തൻ്റെ ലൈഫിന് വന്ന വ്യത്യാസങ്ങളും ആ ഭാഗങ്ങളൊക്കെ നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിനകത്ത് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. അതിനുശേഷം താൻ അറേബ്യയിലേക്ക് പോയതും
ആ ഭാഗങ്ങളെല്ലാം ഈ ഗലാത്യ ലേഖനവുമായി ബന്ധപ്പെട്ട് പറയുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതിനോട് ശേഷമാണ് ക്രിസ്തുവിന് വേണ്ടി താൻ ജീവൻ കൊടുക്കാൻ വരെ തയ്യാറായി ജീവിക്കുന്ന ഒരു ജീവിതമായിരുന്നു 1, 2, 3 മിഷണറി യാത്രകൾ. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പൗലോസിന്റെ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് എന്ന ഒരു വിഷയത്തെ കുറിച്ചാണ്. അപ്പൊ ഞാൻ വളരെ ചുരുക്കമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്, ഒന്ന് പൗലോസിന്റെ ഒരു ഹെലനിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഒരു സബ്ജക്റ്റിലാണ്. അതെന്താണ്? അദ്ദേഹം ഒരു യഹൂദനായിട്ട് ജനിച്ചു എങ്കിലും ജീവിച്ചത് മറ്റൊരു കൾച്ചറിലായതുകൊണ്ട് അതിനെക്കുറിച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഹെലനിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനിടയായത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹീസ് എ ജൂ. ഇദ്ദേഹം ഒരു ജൂയിഷ് ആണ്. ആ ജൂയിഷ് ആയിട്ട് ജീവിച്ചിട്ട് അത് യഹൂദനാണെന്ന് താൻ തെളിയിക്കുന്ന ഭാഗങ്ങളാണ് രണ്ടാമത്തെ വേദഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടാണ്. ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തിയിൽ ഉടനീളം 9 മുതൽ 9-ാം അധ്യായം, അതിനുശേഷം പിന്നെ അങ്ങോട്ട് 13-ാം അധ്യായം മുതൽ മൊത്തം പൗലോസിന്റെ ക്രിസ്ത്യൻ മിഷണറി അല്ലെങ്കിൽ ക്രിസ്ത്യൻ റെവലേഷനെ കുറിച്ചും ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചുമാണ് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം പോൾ എന്ന മനുഷ്യനെ കുറിച്ച് അറ്റ്ലീസ്റ്റ് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് അറിയണം. ബാക്കിയുള്ളത് നമുക്ക് അടുത്തടുത്ത ചാപ്റ്ററുകൾ അല്ലെങ്കിൽ അടുത്തടുത്ത ബുക്കുകൾ പഠിക്കുമ്പോൾ നമുക്ക് അത് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയ 2-3 കാര്യങ്ങൾ വളരെ ഷോർട്ടായിട്ട് ഞാൻ നിങ്ങളോടൊന്ന് പറയണം. ഒന്ന്, ഹെലനിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട്. അദ്ദേഹം ഒരു വിജാതീയൻ അല്ലെങ്കിൽ വേറൊരു ഒരു 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 മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനിക്കുകയും മറ്റൊരു കൾച്ചറിൽ വളരുകയും ചെയ്ത ഒരാളാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ജൂ തന്നെയാണ്. നമുക്ക് പൗലോസ് ഒരിക്കലും യഹൂദനല്ല എന്ന് പറയാൻ കഴിയത്തില്ല. അദ്ദേഹത്തിന് അതിന് കൃത്യമായ ബിബ്ലിക്കൽ എവിഡൻസ് നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയുന്നുണ്ട്. മൂന്നാമത്തതിൻ്റെ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടാണ്. ഓക്കെ, അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത് നമ്മൾ മനസ്സിലാക്കാനും പഠിക്കാനും പോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടോപ്പിക് ഡിവിഷൻസ് ആണ്. ടോപ്പിക് ഡിവിഷൻസ് എന്താണ്? പൗലോസ് ഗലാത്യർക്ക് ഒരു ലേഖനം എഴുതാനുള്ള കാരണം എന്താണ്? എന്ത് റീസൺ ആണ് കാരണം? ഇനി ഇവിടെ മുതലാണ് നമ്മുടെ പഠനത്തിന്റെ ഒരു രസം ആരംഭിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം പൗലോസ് ഈ ഒരു ലേഖനം, ഇരിക്കട്ടെ, ഒരു ലേഖനം ഗലാത്യർക്ക് എന്ന് ചിന്തിച്ചാണോ പൗലോസ് അത് എഴുതിയത്? ഒന്ന് 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 എക്സ്പ്ലെയിൻ ചെയ്യണമേ, ഒന്ന് പറഞ്ഞാട്ട്. ഒരു ലേഖനം എന്നാ എഴുതിയേക്കാം, അത് ചിന്തിച്ചാണോ പുള്ളി ചെയ്തത്? അല്ല, പൗലോസ് ആ ലേഖനം എഴുതാൻ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടോ? ഒന്ന് പറയാനുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്താൽ നന്നായിരിക്കും. എന്തുകൊണ്ടായിരിക്കും ഗലാത്യർക്ക് ഒരു ലേഖനം പുള്ളി എഴുതിയത്? എന്ത് റീസൺ ആണ് അതിന്? Because Galatians church face ചെയ്യുന്നുണ്ടാകുന്ന പ്രോബ്ലം, ഇങ്ങനെ ഫ്രീഡം കിട്ടുന്നില്ല എന്നു അവര് കുറെ പ്രോബ്ലം. ഫ്രീഡത്തെ കുറിച്ച് ഗുഡ് ക്വസ്റ്റ്യൻ. ഫ്രീഡത്തെ കുറിച്ചുള്ള ഒരു ചോദ്യം പോളിനോട് ഉണ്ടായിരുന്നു. ഫ്രീഡം, ഈ ഫ്രീഡം എന്നുള്ളൊരു സബ്ജക്റ്റ് ആണ്. ഓക്കെ, മറ്റെന്തൊക്കെയായിരുന്നു? ഫ്രീഡം ഉണ്ടായിരുന്നു. വേറെ അതിനകത്ത് എന്തൊക്കെയാണ്? ഞാനൊരു ടോപ്പിക്കൽ ഡിവിഷൻസ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്സ് ഡിവൈഡ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് തന്നിരുന്നു. അതിനകത്ത് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ടോപ്പിക് എന്തായിരുന്നു അറിയാമോ? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? Paul ഫസ്റ്റ് teaching. ടോപ്പിക് Paul teaching. Paul? Paul teaching. പോൾ ടീച്ചിങ് Paul teaching. അല്ല, ഫോൾസ് ടീച്ചിങ്, ഗുരുപദേശം, ഫോൾസ് ടീച്ചിങ്. ഫോൾസ് ടീച്ചിങ് യെസ്, വെരി ഗുഡ്. ഫോൾസ് ടീച്ചിങ് ഒരു വിഷയമായിരുന്നു. അപ്പം പൗലോസ് ആ ലേഖനം എഴുതാനുള്ള കാരണങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഫ്രീഡത്തെ കുറിച്ചുള്ള ഒരു ചോദ്യം. ഓക്കെ, അതൊരു ദിയ പറഞ്ഞിരുന്ന നല്ല ഒരു ടോപ്പിക്കാണ്. രണ്ടാമത്തെ കാര്യം ഫോൾസ് ടീച്ചിങ്, അല്ലേ? ഫോൾസ് ടീച്ചിങ് അവിടെ കടന്നു വന്നിരുന്നു. ഓക്കെ, ഞാൻ അതിലേക്കൊക്കെ വരാം. നമുക്കെന്നാ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ഒന്നാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? Paul an apostle, not from men, nor through the men, but through the Jesus Christ and God the Father, who raised him from the dead. എൻ്റെ ചോദ്യം ഇതാണ്, ഈ പൗലോസ് എല്ലായിടത്തും ലേഖനം എഴുതിയിട്ടുണ്ട്, അല്ലേ? ഇൻട്രൊഡക്ഷൻ നിങ്ങൾ മറ്റുള്ള 2-3 ഇൻട്രൊഡക്ഷൻ ദിവസം ഒന്ന് വായിച്ചു നോക്കി. ഈ ഗലാത്യ ലേഖനത്തിന്റെ അല്ലാതെ മറ്റ് 2-3 ഇൻട്രൊഡക്ഷൻസ് നമുക്ക് ഒന്ന് നോക്കാം. ഈ കൊരിന്ത്യ ലേഖനത്തിന്റെ ഇൻട്രൊഡക്ഷൻ നിങ്ങൾ നോക്കിയ, ദൈവ ഇഷ്ടത്താൽ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസ് സഹോദരനായ ആ വാക്യം ഒന്ന് വായിച്ചേ. ദേവേശത്താൽ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസും സഹോദരനായ സൊസേനിയസും കൊരിന്ത്യയിലുള്ള ദൈവസഭയ്ക്കും ക്രിസ്തു യേശു വിശദീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ
യേശുക്രിസ്തുവിന്റെ നാമത്തെ കൊരിന്തിയ വിളിച്ചിരിക്കുന്ന ദൈവം ലേഖനത്തിന്റെ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ കൊരിന്തിയ സഭയ്ക്ക് പൗലോസ് ഒരു ലേഖനം എഴുതുമ്പോൾ എനിക്ക് തോന്നുന്നു 1 കൊരിന്ത്യർ എഴുതുമ്പോൾ അതിനകത്ത് ഒരു ഇൻട്രൊഡക്ഷൻ നൽകി കൊടുക്കും. രണ്ടാമത് എഫേസ്യൻസ് ചാപ്റ്റർ 1 ഒന്ന് വായിച്ചു നോക്കിയേ. ദൈവശത്തെ ക്രിസ്തു യേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് ആ എഫെസോസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവേശു വിശ്വാസികളുമായവർക്ക് എഴുതുന്നത് ആ നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ആമേ. അപ്പൊ ഈ പല തരത്തിലുള്ള ഇൻട്രൊഡക്ഷൻസ് ആണ് പലയിടത്തും കാണുന്നത് അല്ലേ. കൊരിന്തിയ സഭയ്ക്ക് എഴുതുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ, അതുപോലെ തന്നെ എഫെസോസിൽ എഴുതുമ്പോൾ വേറൊരു ഇൻട്രൊഡക്ഷൻ, ഫിലിപ്പിൽ എഴുതുമ്പോൾ വേറൊരു. പക്ഷെ അതിനെല്ലാം വ്യത്യസ്തമായ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇവിടെ നമ്മുടെ ഗലാത്യ ലേഖനത്തിനകത്ത് പൗലോസ് തുടങ്ങുന്നത്. നിങ്ങൾ ആ ഭാഗം മനുഷ്യരിൽ നിന്നുമല്ല, അത് തുടങ്ങുന്നത് തന്നെ ഒരു രസകരമായ രീതിയിലാണ്. ഒന്ന് വായിച്ചേ. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യരിൽ നിന്നുമല്ല, മനുഷ്യനാലുമല്ല, മനുഷ്യനാലുമല്ല. ആ വാക്ക് ഭയങ്കരമാണ്. മനുഷ്യരിൽ നിന്നുമല്ല, മനുഷ്യനാലുമല്ല. യേശുക്രിസ്തുവിനാലും അവനെ യേശു അവനെ ക്രിസ്തുവിനാലും. മരിച്ചവരുടെ ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും മാത്രമേ ഉം. അപ്പോസ്തലനായ പൗലോസ് കൂടെയുള്ള സകല സഹോദരന്മാർക്കും ഗലാത്യ സഭകൾക്കും എഴുതുന്നത്. അപ്പം അവിടെ ആ എഴുത്തിന് എന്താണ്, അത് എന്തുകൊണ്ടായിരിക്കാം പോൾ അങ്ങനെ എഴുതിയത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇനിയാണ് ഈ ബൈബിൾ ക്ലാസിന്റെ ക്രീം കണ്ടന്റ് ആയ ഒരു ഭാഗത്തിലേക്ക് നമ്മൾ കയറുന്നത്. ഓക്കെ, ഇതുവരെ നമ്മൾ ഇൻട്രൊഡക്ഷനും പൗലോസിനെ കുറിച്ചൊക്കെ നമ്മൾ അത്യാവശ്യം കുറച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഇനി നമ്മൾ അങ്ങോട്ട് പോകുമ്പം വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിന്റെ ചോദ്യം ഇതാണ്: എന്തുകൊണ്ടായിരിക്കാം പൗലോസ് ഇങ്ങനെ ഒരു ലേഖനം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ ഗലാത്യ സഭയ്ക്ക് കൊടുക്കാനുള്ള കാരണം എന്താണ്? എന്തായിരിക്കും അതിന്റെ റീസൺ? ആർക്കെങ്കിലും അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാനുണ്ടോ? അപ്പസ്തോലത്വത്തെ പൗലോസിന്റെ ഇസ് എ ഗുഡ് ആൻസർ. ഒരു പൗലോസിന്റെ അപ്പോസ്തോലത്വത്തെ കുറിച്ചുള്ള ഒരു ഭയങ്കര ചർച്ചാ വിഷയം അവരുടെ ഇടയിലുണ്ട് അല്ലെ. പൗലോസ് ഒരു അപ്പോസ്തലനാണോ, പൗലോസ് ഒരു അപ്പോസ്തലനാണെന്നുള്ള തെളിവ് എന്താണ്? അപ്പൊ ഇതൊരു ഭയങ്കര ഒരു ഭയങ്കര ചോദ്യമായ അവരുടെ ഇടയിലേക്ക് ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ ഇനി വേറെ ആർക്കെങ്കിലും ജെഫിസ്റ്റർ ഉണ്ടോ അതോ പോയോ? ഓക്കെ, ലവ് മിറുടെ അഭിപ്രായം എന്താണ്? എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ പോൾ കൊടുക്കാനുള്ള കാരണം? വൈ? എന്ത് റീസൺ ആയിരിക്കാം? പുള്ളിക്ക് ദൈവത്താൽ തോന്നിയത് കൊണ്ട് അങ്ങനെ എഴുതിയതായിരിക്കാം. അങ്ങനെ നമുക്ക് ചിന്തിക്കാം അല്ലെ. ജെഫിസ്റ്റർ എന്താ പറയുന്നത്? എന്തായിരിക്കാം പൗലോസ് ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ? അല്ലെ, സാധാരണ നമ്മളിപ്പോ ഒരാൾക്ക് ഇപ്പം തുടക്കം തന്നെ നോക്കിയാൽ മനസ്സിലാവും, മനുഷ്യനിൽ നിന്നുമല്ല മനുഷ്യനാലുമല്ല. ഓ, എന്ന സ്റ്റേറ്റ്മെന്റ് അതല്ലേ. മനുഷ്യനിൽ നിന്നുമല്ല മനുഷ്യനാലുമല്ല. അപ്പൊ എന്തുകൊണ്ടായിരിക്കാം ജെഫിസ്റ്റർ അഭിപ്രായത്തിൽ എന്താണ്, എന്ത് റീസൺ ആയിരിക്കാം പോള് ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാനുള്ള കാരണം എന്തായിരിക്കാം? വായിച്ചപ്പം എനിക്കും അങ്ങനെ മനുഷ്യരിൽ നിന്നല്ല മനുഷ്യരാരും അല്ല. അപ്പൊ അവരുടെ ഇടയിൽ, ജനങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും മാനുഷികമായൊരു എന്തെങ്കിലും തോട്ട്സോ അങ്ങനെ എന്തെങ്കിലും അതിനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി അങ്ങനെ അതിനെ കൗണ്ടർ ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ ഓക്കെ. റിൻസിസ്റ്റർ എന്താ പറയുന്നത്? വാട്ട്സ് യുവർ ഒപ്പീനിയൻ? എന്തായിരിക്കും എന്റെ റീസൺ? എനിക്ക് ജെഫിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ എനിക്കും തോന്നിയുള്ളൂ. മനുഷ്യനിൽ നിന്നല്ല, ദൈവത്തിന് ശബ്ദം കേൾക്കുക, അല്ലെ ദൈവത്തിൽ നിന്നാണ് ഞാൻ പ്രാപിച്ചതെന്ന് അറിയിക്കുന്നത്. അപ്പം അതിനെ കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി രണ്ടാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ മനസ്സിലായി. രണ്ടാമത്തെ വാക്യം, മൂന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്ത് നിന്ന് നമ്മളെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാവങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്നവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഇതിന് ഇൻട്രൊഡക്ഷൻ തന്നെ പോൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ഞാൻ മനുഷ്യനാലുമല്ല മനുഷ്യനിൽ നിന്നുമല്ല വന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഗലാത്യ സഭയുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ ഡയറക്റ്റ് ഇവരുടെ അപ്പോസ്തോലത്വത്തെ, അല്ലെങ്കിൽ പൗലോസ് ഒരു അപ്പോസ്തോലനാണോ, പൗലോസിനൊരു അപ്പോസ്തോലത്വത്തിന്റെ പുള്ളിയുടെ അപ്പോസ്തോലിക അതോറിറ്റിയെ കുറിച്ചുള്ളൊരു ചോദ്യം ആ സഭയ്ക്കകത്ത് ഭയങ്കരമായിട്ട് ഉയർന്നു നിൽക്കുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഈ പൗലോസ് ഒരു അപ്പോസ്തലൻ എന്ന് വെച്ചാൽ ഈ പൊതുവെ ഇവർ അപ്പോസ്തോലനായി അംഗീകരിക്കണമെങ്കിൽ അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈസ് നോട്ട് ഫ്രം 12 ഡിസൈപ്പിൾ. എന്നുവെച്ചാൽ ഇവര്
അപ്പോസ്തലനായ പൗലോസ് 12 ശിഷ്യന്മാരിൽ നിന്ന് വന്ന ഒരാളല്ല. മനസ്സിലായോ? ഈ 12 ശിഷ്യന്മാരിൽ നിന്ന് അദ്ദേഹം വന്നതല്ല. 12 ശിഷ്യന്മാരുടെ ഗണത്തിൽ ഉള്ളയാളല്ല. യേശുവിൻ്റെ ഡയറക്റ്റ് ശുശ്രൂഷ അല്ലെങ്കിൽ ഡയറക്റ്റ് ശിഷ്യനായിരുന്ന ആളല്ല. അപ്പൊ ആ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നന്നായി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ കൂടെ നടന്ന അപ്പോസ്തോലന്മാർ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ആരും ചെയ്യുന്നത്? പോളും ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ? യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പത്രോസും യാക്കോബും യോഹന്നാനും അതുപോലെ തന്നെ മറ്റ് ശിഷ്യന്മാരും ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ആര്? പൗലോസും. ഇപ്പൊ പൗലോസിന്റെ അപ്പോസ്തോലത്വം അല്ലെങ്കിൽ അപ്പോസ്തോലിക അതോറിറ്റിയെ കുറിച്ച് ഈ ജനത്തിന്റെ ഇടയിൽ ഒരു ഭയങ്കര ഡിസ്കഷൻ ഉണ്ട്. ഇപ്പം വെറും പോകെ പോകെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ഓരോ ടോപ്പിക് ഡിവിഷനിലേക്ക് ചെല്ലുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു ഭയങ്കര ചർച്ചാ വിഷയമായി. അപ്പോൾ ജനത്തിന്റെ ഇടയിൽ ഹീസ് നോട്ട് ഫ്രം ദ 12 ഡിസൈപ്പിൾ, അല്ലെങ്കിൽ അദ്ദേഹം 12 അപ്പോസ്തോലന്മാരിലുള്ള ഒരാളല്ല. മനസ്സിലായോ? അദ്ദേഹം 12 അപ്പോസ്തലന്മാരിൽ നിന്നുള്ള ഒരാളല്ല. അദ്ദേഹത്തിന് ഒരു റെവലേഷൻ ഉണ്ട്. ഇപ്പം നമ്മുടെയൊക്കെ ഭാഷയെ പറഞ്ഞാൽ അദ്ദേഹത്തിനൊരു വെളിപ്പാടുണ്ടായിട്ട് അദ്ദേഹം വന്ന് ഇന്നലെ ഒരു സുപ്രഭാതം ഇങ്ങോട്ട് വന്ന് ഞാനൊരു പാസ്റ്ററാണെന്നും പറഞ്ഞ് കയറിയ ആളാണ് എന്നൊരു ചിന്ത ഇദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ ഒന്നുകൂടെ പറഞ്ഞാൽ അതാണ് രണ്ടാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൗലോസ് ഒരു അതോറിറ്റി ഇവരുടെ ഈ 12 അപ്പോസ്തലന്മാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടില്ല എന്നുള്ള ഒരു ചർച്ചാ വിഷയം അവരുടെ ഇടയിലുണ്ട്. അപ്പോൾ ഇത് രണ്ടും അവരുടെ ഇടയിലുള്ള ഒരു പ്രോബ്ലമാണ്. ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞത് ഈസ് നോട്ട് ഫ്രം ദ 12 ഡിസൈപ്പിൾ. 12 അപ്പോസ്തലന്മാരിൽ നിന്നുള്ള ഒരാളല്ല ആര്? ഈ പറഞ്ഞ പൗലോസ് എന്നുള്ളത് ജനങ്ങളുടെ ഇടയിൽ ഒരു സംസാര വിഷയം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഈ പത്രോസിന്റെയോ അല്ലെങ്കിൽ യാക്കോബിന്റെയോ സഭയുടെ അധ്യക്ഷനായിരുന്ന യാക്കോബിന്റെയോ ഒന്നും കൈവപ്പിനാൽ പുറത്തു വന്ന ഒരാളാണെന്നും ഇദ്ദേഹം. അപ്പൊ ഇവർക്ക് ഇദ്ദേഹത്തെ അല്ലെങ്കിൽ ഈ ജനത്തെ ഒന്ന് അംഗീകരിക്കാൻ അല്ലെങ്കിൽ ജനത്തിന് ഇദ്ദേഹത്തെ ഒന്ന് ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു മടിയുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു മടിയുണ്ട്. ഈ മടിയുള്ള ജനത്തിന്റെ നടുവിലേക്ക് പൗലോസ് വന്ന് സ്ട്രൈറ്റ് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ മനുഷ്യനാലുമല്ല മനുഷ്യരിൽ നിന്നുമല്ല എൻ്റെ മേൽ അല്ലെങ്കിൽ എൻ്റെ ശുശ്രൂഷ വെളിപ്പെട്ടത് അല്ലെങ്കിൽ എൻ്റെ അപ്പോസ്തോലത്വം വെളിപ്പെട്ടത് മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല. അപ്പൊ എന്നെ ഇതിനായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എന്നെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്നത്, എന്നെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആക്കി വെച്ചിരിക്കുന്ന ആൾ ആരെന്ന് ചോദിച്ചാൽ അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അത് ദൈവത്തിൽ നിന്നുള്ള ഒരു ഡയറക്റ്റ് ഓർഡർ അല്ലെങ്കിൽ ഡയറക്റ്റ് എൻകൗണ്ടർ ആണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് അതോറിറ്റി ആണെന്നാണ് പൗലോസ് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പം ആ വാക്കിനെ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. മനുഷ്യരിൽ നിന്നുമല്ല മനുഷ്യനാലുമല്ല യേശു ക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തോലനായ ആ വാക്ക് ഇമ്പോർട്ടന്റ്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ വാക്യം ശ്രദ്ധിച്ചാണോ? ആ വാക്യം ശ്രദ്ധിച്ചോ? നിങ്ങൾ ഒന്നുകൂടെ വായിച്ചേ. ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കാമോ? മനുഷ്യരിൽ നിന്നല്ല മനുഷ്യനാലുമല്ല യേശു ക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തലനായ പൗലോസും കൂടെയുള്ള സകല സഹോദരന്മാരും ഗലാത്യ സഭകൾക്ക് എഴുതുന്നത്. അപ്പം ഈ പൗലോസിന്റെ അപ്പോസ്തോലത്വത്തെ പ്രൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ അപ്പോസ്തോലിക അതോറിറ്റിയെ പ്രൂവ് ചെയ്യുന്ന ഒരു ഭാഗമാണ് നമ്മളിവിടെ മനസ്സിലാക്കാനിടയാകുന്നത്. അപ്പോൾ ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കുന്നത്, ഇതിനകത്ത് നമുക്കൊരു ലെസൺ ഉണ്ട്. ആ ലെസൺ വേറൊന്നുമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇങ്ങനെയാണ്: ദൈവമാണ് ഒരാളെ ശുശ്രൂഷയിലേക്ക് എന്ത് ചെയ്യുന്നത്? ആക്കി വയ്ക്കുന്നത്. ഹലോ, ഞാൻ ഒന്നുകൂടെ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് അതിനകത്ത് കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ? നമുക്കിപ്പോൾ ഒരാളുടെ മേലുള്ള വിളിയെ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല, ഒരാളുടെ മേലുള്ള ശുശ്രൂഷ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല, ഒരാളുടെ മേലുള്ള അധികാരത്തെ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണ്? അദ്ദേഹത്തെ ആ പൊസിഷനിൽ നിന്ന് ആക്കി വെക്കുന്നത് ആരാണ്?
അദ്ദേഹത്തെ ആ പൊസിഷനിലാക്കി വെക്കുന്നത് ദൈവമാണ്. ദൈവമാണ്. അപ്പോസ്തലനായ പൗലോസ് പറയാണ്, എന്നെ മനുഷ്യനല്ല ആക്കിയത്, എന്നെ മനുഷ്യനാലുമല്ല ഞാൻ വന്നത്, എൻ്റെ അതോറിറ്റി എനിക്ക് പ്രൂവ് ചെയ്യാനുള്ളത് അത് ദൈവത്തിൽ നിന്ന് ഡയറക്റ്റായി എനിക്ക് ലഭിച്ച ഒരു ശുശ്രൂഷയാണ്. ദൈവത്തിൽ നിന്നാണ് എൻ്റെ അപ്പോസ്തോലത്വം പ്രൂവ് ചെയ്യുന്നത്. ആ അങ്ങനെ അപ്പോസ്തോലത്വം ലഭിച്ച അല്ലെങ്കിൽ ആ അതോറിറ്റി ലഭിച്ച ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്, അത് പൗലോസ് തന്നെ ഒന്ന് പ്രൂവ് ചെയ്യാണ്. നിങ്ങൾ പറയുന്നത് പോലെ, അല്ലെങ്കിൽ നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ നിങ്ങൾ അഭിപ്രായപ്പെടുന്നത് പോലെ ഇന്നാളിൽ നിന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഇന്ന ആളാലാണ് ഒരു അതോറിറ്റി വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇന്ന ആൾ വഴിയാണ് ഒരു അതോറിറ്റി ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പത്രോസിന്റെ കൈവപ്പിനാൽ മാത്രമേ പുറത്തു വരത്തുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരാൾക്ക് അപ്പോസ്തലത്വ ശുശ്രൂഷ ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ യാക്കോബിന്റെ കയ്യിൽ കൂടെ അങ്ങനെ ഉണ്ടാവും. അങ്ങനെ മനുഷ്യരാലല്ല എൻ്റെ ശുശ്രൂഷ, അല്ലെങ്കിൽ എൻ്റെ മേൽ ഇട്ടിരിക്കുന്ന അതോറിറ്റി എന്ന് പറയുന്നത് ദൈവത്താൽ ഉണ്ടായ ഒന്നാണ്. ഇതാണ് പൗലോസ് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യം. അപ്പം ഞാൻ ഇന്ന് രാത്രി ഞാനിവിടെ നമുക്ക് സമയം ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. ഈ ഒരൊറ്റ ടോപ്പിക്കിനകത്താണ് ഞാൻ തൽക്കാലം ഇന്ന് നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം നമ്മൾ ഈ ക്ലാസ്സിൻ്റെ ഒടുവിൽ സമയം, അല്ലെങ്കിൽ അവസാന സമയങ്ങളിലേക്ക് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യം ഇതാണ്: നമ്മൾ ഒരു ശുശ്രൂഷ, അല്ലെങ്കിൽ നമ്മൾ ദൈവമാക്കി വെച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായാൽ നമ്മൾ എന്ത് ചെയ്യുക? ആ അതോറിറ്റിയെ അംഗീകരിക്കുക എന്നുള്ളതൊരു വലിയ വിഷയമാണ്. ഹലോ, ഞാൻ ഒന്നുകൂടെ പറയുന്നു. ദൈവം ഒരു മനുഷ്യനെ ആക്കി വെച്ചാൽ ആ അതോറിറ്റിക്ക് എന്ത് ചെയ്യുക? അദ്ദേഹത്തെ അംഗീകരിക്കുക, അല്ലെങ്കിൽ ആ ശുശ്രൂഷയെ അംഗീകരിക്കുക എന്നുള്ളതൊരു വലിയ വിഷയമാണ്. അപ്പോൾ പൗലോസ് അവിടെ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഏറ്റവും വലിയ കാര്യം, എൻ്റെ മേലുള്ള അതോറിറ്റി നിങ്ങൾ പറയുന്നത് പോലെ എങ്ങനെയുള്ളതല്ല, അത് മനുഷ്യരിൽ നിന്ന് വന്നതല്ല, മനുഷ്യനാലും വന്നതല്ല, യേശുക്രിസ്തുവിനാൽ ഞാൻ അപ്പോയിന്റ് ചെയ്യപ്പെട്ട ഒരാളാണെന്ന്. ഈ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നിന്നെ ആരാ അപ്പോസ്തലനാക്കിയത്? നിന്നെ ആരാ പ്രവാചകനാക്കിയത്? നിന്നെ ആരാ ഇന്നയാളാക്കിയത്? അല്ലേ? നമ്മളിത് ചോദിക്കുന്നത് നമുക്ക് അത് ഒരാളുടെ വിളിയോടുള്ള ചോദ്യമാണ്. മനസ്സിലാക്കണം, ഒരാളുടെ വിളിയോടുള്ള ചോദ്യമാണ്. അദ്ദേഹത്തെ ആരാ അങ്ങനെ ആക്കി വെച്ചത് ചോദിക്കുന്നില്ലേ? നമ്മൾ സ്ഥിരം കേൾക്കുന്നത്, അദ്ദേഹത്തെ ആരാ ആ പൊസിഷനിലേക്ക് ആക്കി വെച്ചത്? അദ്ദേഹം എന്ത് അടിസ്ഥാനത്തിലാണ് അത് ചെയ്തത്? അദ്ദേഹം ഏതിൻ്റെ ബേസിലാണ് ആ കാര്യം ചെയ്യുന്നത്? അദ്ദേഹം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്യുന്നത്? ഇത് ഭയങ്കരമായിട്ടൊരു ചോദ്യമാണ്, അല്ലേ? അപ്പോൾ ഒത്തിരി പേര് ഇന്നത്തെ ദിവസങ്ങളിലൊക്കെ, ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഒത്തിരി പേര് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചോദ്യമാണ്, നിന്നെ ആരാക്കി, നിന്നെ അധികാരിയാക്കി വെച്ചത് ആരാ? നിന്നെ ഈ ശുശ്രൂഷയ്ക്ക് അധികാരിയാക്കി വെച്ചത് ആരാ? അല്ലെങ്കിൽ ഈ ഒരു ചോദ്യം ഫേസ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ ഈ കാലഘട്ടത്തിലുണ്ട്. അവരോട്, അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് പറയാനുള്ളത്, മനസ്സിലാക്കാനുള്ള കാര്യം, ഒരാളുടെ മേൽ ശുശ്രൂഷ ഏൽപ്പിക്കുന്നത്, ഒരാളുടെ മേൽ ഒരു അതോറിറ്റി കൊടുക്കുന്നത്, ഒരാളെ ഒരു അധികാരത്തിലാക്കി വെക്കുന്നത് ദൈവമാണ്. ഈ ഒരു ഭാഗത്തിലൂടെ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ദൈവമാക്കി വെക്കാതെ ആരും എന്ത് ചെയ്യുന്നില്ല? ഒരു അധികാരത്തിലേക്ക് എത്തുന്നില്ല. ദൈവം ആക്കി വെക്കാതെ ആരും ഒരു അധികാരത്തിലേക്ക് എത്തുന്നില്ല. ദൈവമാക്കി വെച്ചിട്ട് മാത്രമാണ് ഒരാൾ എന്ത് ചെയ്യുന്നത്? ഒരു അധികാരത്തിനകത്തേക്ക് എത്തുന്നത്. അപ്പൊ ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെയാണ്: കർത്താവേ, എന്നിൽ അങ്ങനെ ഒരു അധികാരത്തെ ദൈവം ഏൽപ്പിക്കണം. നമ്മുടെ ഏറ്റവും വലിയ പ്രാർത്ഥന, നമുക്കൊരു ഡയറക്റ്റ് എൻകൗണ്ടർ ദൈവമായിട്ടുണ്ടാവണം. നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ട ഏറ്റവും വലിയ സംഭവം അതാണ്: കർത്താവേ, എനിക്കൊരു ഡയറക്റ്റ് എൻകൗണ്ടർ. പോൾ പറയുന്നത് പോലെ, എന്നെ മനുഷ്യരാലും മനുഷ്യരിൽ നിന്നുമല്ല എനിക്കുള്ള ഒരു അതോറിറ്റി വെളിപ്പെടേണ്ടത്, ദൈവത്തിൽ നിന്ന് എനിക്കൊരു അതോറിറ്റി വെളിപ്പെടണം. ഇത് നമ്മൾ വളരെ ഹൃദയപരമായി ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇന്ന് രാത്രി ഈ ഒരു ഭാഗത്തിന് മുമ്പിൽ എത്ര പേർക്ക് നമ്മുടെ ഹൃദയത്തെ ഒന്ന് സമർപ്പിക്കാൻ പറ്റും? കർത്താവേ, എൻ്റെ മേലൊരു ദൈവിക അതോറിറ്റി വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഇന്ന് ഈ ബൈബിൾ സ്റ്റഡിയുടെ അവസാന സമയങ്ങളിലേക്ക് ഞാൻ ഒരു പ്രാർത്ഥനയുടെ ഒരു ആഹ്വാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്: കർത്താവേ, എനിക്ക് അങ്ങനെ ഒരു അതോറിറ്റി, ദൈവത്തിൽ നിന്നൊരു അതോറിറ്റി എനിക്ക് വേണം. എങ്ങനെ? ദൈവത്തിൽ നിന്ന് ഒരു അതോറിറ്റി, ഒരു ശുശ്രൂഷ, അതെനിക്ക് വേണം. ദൈവത്തിൽ നിന്ന് എന്നെ ഒന്ന് ആക്കി വെക്കണം. ദൈവം എന്നെ ഒന്ന് അപ്പോയിന്റ് ചെയ്യണം. ദൈവം എന്നെ ഒന്ന് മനുഷ്യരിൽ നിന്നോ മനുഷ്യനാലുമല്ല എന്ന് പൗലോസ് പറയുമ്പോൾ നമുക്കും അതിനെ ഡിമാൻഡ് ചെയ്യാം. കർത്താവ്, എന്നെ കർത്താവ് ചെയ്യണം, എനിക്ക് അങ്ങനെ ഒരു അതോറിറ്റിയിലേക്ക് ദൈവം എന്നെ കൊണ്ടുവരണം. ഇത് നമുക്ക് പ്രാർത്ഥിക്കാനും നമുക്ക് ദൈവത്തോട് ചോദിക്കാനും കഴിയുന്ന ഒരു വലിയ അനുഭവം അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് ഇന്ന് രാത്രി ഈ വചനത്തിന്റെ മുമ്പിൽ നമുക്കൊന്ന് സമർപ്പിക്കാൻ കഴിയുമോ?
കർത്താവിനോട് പറ, കർത്താവേ അങ്ങനെ ഒരു അതോറിറ്റി എൻ്റെ മേലൊന്ന് ചൊരിയണമേ കർത്താവേ. എത്ര പേർ ആഗ്രഹിക്കുന്നു അങ്ങനെ? ചിലർക്ക് അത് ഒത്തിരി വലിയ കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല. നമ്മൾ ചിലപ്പോൾ ഭൂതങ്ങളെ പുറത്താക്കാനോ അല്ലെങ്കിൽ വലിയ രോഗശാന്തി ശുശ്രൂഷ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ വലിയൊരു മാസീവ് ഇവാഞ്ചലിസമോ അതൊന്നും ആയിരിക്കത്തില്ല. ഒരു പക്ഷെ നിങ്ങൾക്ക് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കും ദൈവം ഒരു അതോറിറ്റി നിങ്ങളുടെ മേലിടുന്നത്. ഒരു പക്ഷെ ഒരാളെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയായിരിക്കാം നിങ്ങളുടെ മേൽ ഒരു അതോറിറ്റി ദൈവം ഇടുന്നത്. അപ്പോൾ ദൈവം നമ്മളിലെ മേൽ ഒരു അതോറിറ്റി ആക്കി വെക്കാൻ വേണ്ടി, നമ്മുടെ മേൽ ദൈവം ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അപ്പം ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ദൈവം ആക്കി വെച്ചിരിക്കുന്ന ഒരു അതോറിറ്റിക്കകത്ത് നമ്മൾ എന്ത് ചെയ്യണം? കീഴ്പ്പെടുക. രണ്ട്, ദൈവം ഒരു അതോറിറ്റിയെ, ദൈവത്തിൽ നിന്ന് ഒരു അതോറിറ്റി നമ്മൾ പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനുഷ്യനിൽ നിന്നുമല്ല, മനുഷ്യനാലുമല്ല, യേശു ക്രിസ്തുവിനാൽ എനിക്ക് ലഭിച്ച അതേ ആ അപ്പോസ്തലത്വത്തിന്റെ അതോറിറ്റിക്കകത്ത് നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതെന്ന് പോൾ ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്. ഇന്ന് രാത്രി എത്ര പേർക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ? കർത്താവേ, അങ്ങനെ ഒരു അതോറിറ്റി എൻ്റെ മേൽ ഇടണമേ. ആർക്കൊക്കെ ആഗ്രഹമുണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവിനോട് പറ, ദൈവമേ അങ്ങനെ ഒരു അതോറിറ്റി എൻ്റെ മേലൊന്ന് ചൊരിയണമേ, അങ്ങനെ ഒരു കൃപ എൻ്റെ മേലൊന്ന് ചൊരിയണമേ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കുന്നു? എത്ര പേർ ആഗ്രഹിക്കുന്നു? അങ്ങനെയൊക്കെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ? റെഡിയാണോ? പ്രാർത്ഥിക്കാം.